ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പ്രായം ഏതാണെന്നുണ്ടെങ്കിലും നരച്ച മുടിയെ നമുക്ക് വേരോടെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ മുടി കൊഴിച്ചിലാണ് നിങ്ങളെ പ്രശ്നം വെച്ചാൽ അതിനും നമുക്ക് പരിഹാരമുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ അയമോദകമാണ് കേട്ടോ എടുത്തുള്ളത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയമോദകം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജീരകത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും വളരെ ചെറുതായിരിക്കും. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയും അയമോദകവും ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ കുടലിൽ അടിഞ്ഞിട്ടുള്ള എല്ലാ അഴുക്കിനെയും പുറത്തേക്ക് തള്ളുന്നതാണ് ഈ ഒരു ഇത് കുടിക്കുന്നതോട് കൂടിയിട്ടോ. പിന്നെ അയമോദകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ വയറിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അയമോദകം. നമ്മൾ പല രീതിയിലും കഴിക്കാറുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കുടലിലുള്ള എല്ലാ അഴുക്കിനെയും പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അയമോദകം ശർക്കരയും കൂടി ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതൊരു ചെറിയ ചൂടോടുകൂടി നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊന്ന് ഗ്ലാസ് കുടിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു തുടർച്ചയായിട്ട് ഒരാഴ്ച കുടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നീങ്ങി കിട്ടുന്ന കേട്ടോ. ശോധന ഉണ്ടാവുന്നതിനും അതേപോലെ തന്നെ വയറൊക്കെ നല്ല ഫ്രീ ആയി കിട്ടാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതും കൂടി ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദിവസം ഇത് ശീലമാക്കുക. നിങ്ങളുടെ വയറ് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എത്ര നരച്ചിട്ടുള്ള മുടിയാണെങ്കിലും പുതിയതായിട്ട് വരുന്ന മുടിയാണെങ്കിലും അത് നരയ്ക്കാതെ നല്ല കറുത്ത മുടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാവുന്ന എന്നാൽ നമുക്ക് സുലഭമായി കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അതിനായിട്ട് എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് ദിവസത്തേക്കാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മൈലാഞ്ചി ഇല, അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഇല ഞാൻ തളിര് തളിര് എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂത്ത് പോവാത്ത ഇലയാണ് നോക്കിയെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട്. കടായി എടുക്കുന്ന സമയത്ത് എണ്ണമയം ഇല്ലാത്ത ഇതുപോലെ ഏകദേശം ഒരു തുരുമ്പ് പിടിക്കുന്ന രീതിയിലുള്ള ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു സ്റ്റീലിൻ്റെ നല്ല വൃത്തിയായിട്ടുള്ള പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് 2-3 തുരുമ്പെടുത്തുള്ള ആണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിത് ഈ മൈലാഞ്ചിയിൽ ഇതുപോലെ ഊരിയെടുത്ത് അതിൻ്റെ ഇല മാത്രമാക്കി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇല നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മാത്രം മതി. മൈലാഞ്ചി ഇലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നരച്ച മുടിയെ നമുക്ക് നല്ല രീതിയിൽ ഓറഞ്ച് കളറാക്കി എടുക്കാൻ, അങ്ങനെ ഓറഞ്ച് കളറാക്കി എടുത്തു കഴിഞ്ഞാലാണ് ആ മുടിയെ പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ മുറിച്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും മുടി നല്ല കറുപ്പ് കൊടുക്കാനൊക്കെ ചെമ്പരത്തി ഇല നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇനി അതിലേക്ക് ഞാൻ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി മുടിയെ നല്ല രീതിയിൽ കറുപ്പ് കളർ കൊണ്ടുവരുന്നതാണ്. പിന്നെ അതേ കൂടെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രോയിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ജലദോഷമോ മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമ്പു ഒരു 4 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രാമ്പു മുടിക്ക് നല്ല സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് കളർ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ് അല്ലെങ്കിൽ 2.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെമ്പരത്തിയില ഇട്ടതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കാം, ഇതൊരു താളിയുടെ രൂപത്തിൽ ഒരു കൊഴുപ്പ് രൂപത്തിൽ വരില്ലെന്ന്. അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ചേർത്തുള്ള ഇലകളും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വെന്ത് വരണം. അപ്പോൾ അതിൻ്റെ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലും കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ അയണിൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിൽ ഈ ഒരു ലിക്വിഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നല്ല ചൂടുള്ളത് കാരണം എനിക്കത് കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ. സ്റ്റവ് ഒന്ന് സിമ്മിലാക്കി നോക്കി നോക്കുക, നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. അയണിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഈ രീതിയിൽ കറുപ്പ് കളറായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ നമ്മൾ പുറമെ തേക്കാനായിട്ട് മാത്രം ഈ ഒരു അയൺ കണ്ടൻറ്റ് ഉപയോഗിച്ചാൽ മാത്രം പോരാ. നമ്മൾ കഴിക്കുന്ന ഫുഡിലും കൂടി അയൺ കണ്ടൻറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ നരച്ച മുടി നമുക്ക് വേരോടെ പൂർണ്ണമായിട്ട് കറുപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് നിരന്തരമായിട്ടുള്ള കറുപ്പായിട്ട് മാറുന്നതാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ 100% റിസൾട്ടും കൂടിയാണ് കേട്ടോ. ഇത് നമ്മൾ 1 ദിവസം 2 ദിവസം ചെയ്തിട്ട് ഈ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകിയെടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഒന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചപ്പോൾ വീണ്ടും അതിൻ്റെ കളറ് ഡാർക്ക് കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന അതിൻ്റെ തരിയെല്ലാം ഒന്ന് അരിച്ചതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് നേരത്തെ അത് പുറത്ത് വെച്ച് അതിന് തണുപ്പെല്ലാം പോയതിന് ശേഷം മാത്രം തലയിൽ തേക്കുക. പിന്നെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഒരു 10-15 ദിവസം ചെയ്യുന്ന സമയത്ത് തന്നെ മുടിയിൽ കറുപ്പ് കളറ് വന്ന് തുടങ്ങും. ഒരു പഞ്ഞി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തലമുടി കഴുകി കളയാം. പണ്ട് കാലം മുതലേ നാച്ചുറലായിട്ടുള്ള ഡൈകളിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ചിരട്ട. ഈ ചിരട്ട കൊണ്ട് നമുക്ക് തലമുടിയെ പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് മൊട്ട ആവുന്നത് പോലെ മുടി പോയിട്ടുള്ളവരുണ്ടാവില്ലേ, അവർക്കെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തിക്കായിട്ടുള്ള മുടി ഉണ്ടാക്കിയെടുക്കാനും കൂടി ആ ഒരു ഫീല് കൊണ്ടുവരാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളത് ചിരട്ട ഞാൻ സ്റ്റവിൽ വെച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ളത്. എനിക്ക് വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ വെച്ച് കത്തിക്കാം. എനിക്ക് അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റവിൽ വെച്ച് കത്തിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ടിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളാരും ഇത് ചെയ്യാനും പാടില്ല. ചിരട്ടൊന്ന് കത്താൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആവശ്യമില്ലാത്തൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു, അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കത്തുന്ന സമയത്ത് ഒരുപാട് കത്തിക്കരിഞ്ഞ് അത് വെണ്ണീറായി പോകരുത്. അതിന് മുന്നേ നമുക്ക് ഒരു കനൽ രൂപത്തിലാവുന്ന സമയത്ത് അതിലേക്ക് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ആ ഒരു തീനെ നമുക്ക് കെടുത്തിക്കളയണം. അങ്ങനെ കനലാക്കി എടുത്തുള്ള ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നനവൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കാം. വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതൊന്ന് ഉണങ്ങുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഇടികല്ല് എടുക്കുന്നുണ്ട്. ആ ഇടികല്ലിലേക്ക് നമ്മൾ ഇപ്പോൾ കരിച്ചെടുത്തുള്ള ചിരട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് നല്ല രീതിയിൽ പൗഡർ രൂപത്തിലാക്കി എടുക്കാം. നൈസായിട്ടുള്ള പൗഡർ നമുക്ക് എങ്ങനെ കിട്ടുന്നു ആ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ആ പൊടി നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കുക കേട്ടോ. ഏറ്റവും നൈസാവുന്ന രീതിയിലുള്ള ഒരു ഇത് വെച്ചിട്ട് തരിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ തരിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്. ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞതാണ് ഇത്. ഞാൻ ഇനി ഒരു പൗഡറിൻ്റെ ഡെപ്പുണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും നൈസായിട്ടുള്ള ഒരു പൗഡറായിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുക. അപ്പോൾ അതിന് ചെറിയ ഹോളായിരിക്കുമല്ലോ ഉണ്ടാവുക. എന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചുള്ളതെല്ലാം ഇത് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ പൗഡറിൻ്റെ ഡപ്പയിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം. എക്സ്ട്രാ ഹോൾസ് വേണമെന്ന് നമുക്ക് ചെറിയ ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ മോനെ തലമുടി വളരെയധികം തിക്നെസ് കുറവുള്ള തലമുടിയാണ്. അതുകൊണ്ട് എത്രയും നമുക്ക് ആ സ്കിന്ന് കാണുന്നുണ്ടല്ലോ, തലയോട്ടി നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മറയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഫില്ലായി വരുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു ചീർപ്പെടുത്തുകൊണ്ട് അതൊന്ന് ചീകി കൊടുത്താൽ മാത്രം മതി. നല്ല തിക്കായിട്ടുള്ള തലമുടി പോലെയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ നരച്ചിട്ടുള്ള മുടിയിൽ ചെയ്താലും ഇതേ റിസൾട്ടായിരിക്കും കേട്ടോ. മുടിക്ക് പെട്ടെന്ന് തന്നെ നല്ല ബ്ലാക്ക് കളറും കിട്ടും, നല്ല തിക്കുള്ളൊരു മുടി പോലെ തോന്നുകയും ചെയ്യും. അതേപോലെ തന്നെ തലയുടെ മറ്റൊരു ഭാഗത്ത് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ വീണപ്പുണ്ടായ ആ ഒരു മുറിപ്പാടിൽ മുടി അങ്ങനെ വരാറില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാനും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. ഒരല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കോമ്പ് വെച്ചിട്ടൊന്ന് ചീകി കഴിഞ്ഞാൽ ഭാഗം കൂടി നന്നായിട്ടൊന്ന് കവറായി കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് നരച്ച മുടിയിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പൂർണ്ണമായിട്ട് കറുപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ ഞാനിത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് പോലും അത് നമ്മൾ നന്നായിട്ടൊന്ന് ചീകി കൊടുത്ത കാരണം ആ മുടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് കാരണം അത് നമുക്ക് കയ്യിൽ പറ്റിയ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിലൊന്നും വരുന്നില്ല. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രശ്നവും വരുന്നില്ല. മുടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും മുടി പെട്ടെന്ന് വളരാനൊക്കെ തിക്കാക്കി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. മുടി കൊഴിച്ചിലുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.